നമ്മുടെ ഈ ക്യാൻസർ രോഗികളും അതുപോലെ തന്നെ അംഗവൈകല്യമുള്ളവർക്ക് കറണ്ട് ബില്ല് കുറക്കുന്ന ഒരു പദ്ധതി ഉണ്ട്. 40% മേലെയുള്ള അംഗവൈകല്യമുള്ളവർക്ക് കറണ്ട് ബില്ല് കുറക്കണം BPL കുടുംബങ്ങൾക്ക്. അപ്പം നമ്മൾ അപേക്ഷിച്ച് കഴിഞ്ഞാൽ ഇതെല്ലാവർക്കും കിട്ടണമെന്നില്ല കേട്ടോ. കാരണം എന്താണെന്നറിയോ, നമ്മൾ അപേക്ഷ കൊടുക്കുമ്പോൾ അവർ വന്ന് നോക്കും. വന്ന് നോക്കിയിട്ട് നമ്മുടെ മീറ്ററിൻ്റെ സ്വിച്ചുകൾ, അതുപോലെ തന്നെ ഫാനിൻ്റെ പോയിന്റുകളൊക്കെ ഉണ്ടല്ലോ, മോട്ടോർ, പവർ പ്ലഗ്, ഇതിൻ്റെ എല്ലാ പോയിന്റുകളും നോക്കി കണക്ക് കൂട്ടിയിട്ട് അതിൻ്റെ ഒരു നിശ്ചിത ഇത് പറഞ്ഞിട്ടുണ്ട്. എത്ര എന്തോ പറഞ്ഞ് അങ്ങനെ കണക്റ്റഡിലൂടെ എന്തോ തോന്നുന്നു നോക്കണം. അപ്പോൾ അതൊക്കെ നോക്കി കഴിഞ്ഞിട്ട് അതിന് താഴെ വരുന്നവർക്ക് മാത്രമേ നമുക്ക് ഈ ആനുകൂല്യം കിട്ടുള്ളൂ. അപ്പോൾ പല ഗ്രൂപ്പുകളിലും എല്ലാവർക്കും അപേക്ഷിച്ചാൽ കിട്ടും. നമുക്ക് ആ കാശ് കൂടിയാലും അതുവരെ 100 യൂണിറ്റ് വരെ നമുക്ക് കുറവ് കിട്ടും, ബാക്കിയുള്ളതിനെ വരുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ആണ് ഇത് ഷെയർ ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ഇത് കിട്ടണമെന്നില്ല അപേക്ഷിച്ചിട്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ വീടുകളിൽ ഇപ്പം നമുക്ക് നോക്കിയാൽ അറിയാലോ എന്തോരം ഉണ്ടെന്നൊക്കെ. അതിപ്പോൾ ഇപ്പോൾ പുതിയതൊക്കെ എന്തായാലും പവർ പ്ലഗൊക്കെ കൂടുതൽ വെക്കും, വെറുതെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് ഫാനും മറ്റുള്ള കാര്യങ്ങളൊക്കെ കത്തിൻ്റെ സ്വിച്ചൊക്കെ ഉണ്ടാവും നോക്കും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് അവർ തരുള്ളൂ. നമ്മളിപ്പോൾ ഉപയോഗിക്കണില്ലെങ്കിലും നമുക്ക് കിട്ടില്ല. അപ്പോൾ അവർ കണക്കിലെഴുതും. നമ്മൾ ഉപയോഗിക്കണില്ല എന്ന് വെച്ചിട്ട് കണക്കിൽ എഴുതാണ്ടിരിക്കില്ല. ഇപ്പം എൻ്റെ വീട്ടിൽ തന്നെ 2 സ്വിച്ച് കാരണം ഫാൻ്റെ എല്ലാവരും കാരണം പഴയ വീടായതുകൊണ്ട് ഒക്കെ തുരുമ്പെടുത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്കൊന്നും ഫാൻ ഇടാൻ പറ്റില്ല. പിന്നെ വീട്ടിൽ അതിൻ്റെ ആവശ്യവും ഇല്ലല്ലോ. ഇപ്പോൾ നമുക്ക് 2 പേരായതുകൊണ്ട് പിന്നെ അതിൻ്റെ ആവശ്യവും പറഞ്ഞില്ല. അപ്പോൾ ഒന്നും ഫാൻ ഇട്ടിട്ടില്ല. പക്ഷെ അതൊക്കെ അപ്പോൾ ആൾ പറഞ്ഞ് അതൊക്കെ എഴുതണം, കാരണം ഉള്ളതാണല്ലോ, നിലവിലുണ്ടല്ല. അപ്പോൾ നമുക്ക് ഉപയോഗിക്കണില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അപ്പോൾ എഴുതണമെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാം എഴുതിയിട്ടാണ്. അപ്പോൾ എനിക്ക് നിസ്സാരം എന്തോ മാറ്റം വന്നുള്ളൂ, അല്ലെങ്കിൽ എനിക്കും കിട്ടൂലായിരുന്നു. അങ്ങനെയാണ് എനിക്ക് കിട്ടിയേക്കണം. കിട്ടിയെന്ന് പറഞ്ഞാൽ നില എഴുതിക്കൊണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്കധികം ഇതേപോലെ കാര്യങ്ങളൊക്കെ ഉണ്ട്, സ്വിച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാണ്ടിരിക്കാനൊന്നല്ല. കാരണം കൊടുക്കാമെന്ന് പറഞ്ഞാൽ നമ്മൾ അതിന് വേണ്ടി കിടന്ന് ഓടണം. വരുമാന സർട്ടിഫിക്കറ്റ് എടുക്കണം, പഞ്ചായത്തിൽ പോയി മറ്റേ BPL സർട്ടിഫിക്കറ്റ് അങ്ങനെയൊക്കെ മേടിച്ച് നമ്മൾ കൊടുക്കണം. അപ്പോൾ അതിന് നമ്മൾ നോക്കിയിട്ട് കൊടുത്താൽ മതി. ഓക്കെ.